ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നൊന്നര ചൂടാണ്, വന്നിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. ഇങ്ങനെ സഹിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിളാണ്. പെട്ടെന്നൊരു എന്താ പറയുന്നത്, ഒരു സ്ഥലം ഇങ്ങനെ മാറുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം പറയുന്നു. രാവിലെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ്, ഗ്രൂപ്പിലുള്ളവർക്കറിയാം ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് മാർക്കറ്റ് സമയത്ത് നിങ്ങൾ എന്നെ വിളിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് മറുപടി തരാറുണ്ട്, അല്ലേ? വോയിസ് നോട്ടായിട്ടും അല്ലാതെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നവർക്കായിട്ടായാലും ആര് മെസ്സേജ് അയച്ചാലും ഞാൻ അതിനൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ജെനുവിനാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. സാറേ, മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമെന്ന് ചോദിക്കുന്നവർക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. കാരണം ഞാൻ കാണിപ്പയ്യൂരോ അല്ല ദൈവമോ അല്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും ഞാൻ റിപ്ലൈ ചെയ്യാറില്ല. അല്ലാതെ നിങ്ങൾ ചോദിക്കുന്ന ന്യായമായ സംശയങ്ങൾക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാറുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒരു ദിവസം 100 കണക്കിന് മെസ്സേജുകളാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഈ മെസ്സേജുകളൊക്കെ ഞാൻ തുറന്നു നോക്കി അതിന് മറുപടി അർഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി അയക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് എന്നെ വിളിക്കരുത്. അത് വളരെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് തന്നെ രാവിലെ വളരെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും വയലൻ്റ് ആയത്. ഓക്കെ, അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഞാൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് ഈ ചക്കളത്തിൽ പോരെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് മാർക്കറ്റ് ഒരു എന്താ പറയുന്നത്, മാർക്കറ്റിൻ്റെ ഗതി കിട്ടാതെ അലയുന്ന പ്രേതം പോലെ മാർക്കറ്റ് കിടന്ന് അലയുകയാണ്, ഇല്ലേ? അപ്പം അത് കുറേ മുകളിലോട്ട് പോകുന്നു, വീണ്ടും താഴോട്ട് വരുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു. അപ്പം അവിടെയൊക്കെ ന്യായത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ മാർക്കറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇല്ലേ? അവസരങ്ങൾ ധാരാളമാണ്. നമ്മൾ വരച്ച കൂടിനകത്ത് തന്നെയാണ് കിടന്ന് കളിച്ചത് മാർക്കറ്റ്, ഇല്ലേ? ആ കൂട് വിട്ട് മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല. അപ്പം കൃത്യമായി നമ്മുടെ ലെവലുകൾ നോക്കി നമ്മളെ കൃത്യമായി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആരും പറയാതെ തന്നെ, നിങ്ങളെ ആരും ഉപദേശിക്കാതെ തന്നെ, ആരും പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ആ ഗ്രൂപ്പിൽ പോൾ ഇട്ടപ്പം എനിക്ക് 200 പേരിലധികം 220 പേരോളം മൊത്തത്തിൽ ഇന്ന് ട്രേഡ് ചെയ്തു. ആ പോളിങ്ങിനകത്തിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 150 പേരോളം പ്രോഫിറ്റിലിറങ്ങി, 6-7 പേര് കിട്ടുക തിരിച്ചു കൊടുത്തു, 10-30 പേര് മാന്യമായ ലോസിൽ ഇറങ്ങി. ഇതാണ് അവിടെ ഇന്ന് സംഭവിച്ചത്. അപ്പം മാന്യമായ പ്രോഫിറ്റ് കിട്ടി മാറി നിൽക്കുന്നവർക്ക് ഈ മാർക്കറ്റിൽ നിലനിന്ന് പോകാം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ കൃത്യമായിട്ട് സ്ഥിരമായി നിങ്ങളിങ്ങനെ മാന്യത കാണിച്ച് പോകുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്, മനസ്സിനൊരു കുളിർമയുണ്ട്, ഒരു സന്തോഷമുണ്ട്. രാവിലെ തന്നെ പരിപാടി നിർത്തി പോകാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ പല ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്, അല്ലേ? കഴിവതും നമ്മൾ 10 മണി അല്ലെങ്കിൽ 11 മണിക്കകം മാർക്കറ്റ് നമ്മൾ ട്രേഡ് നിർത്തി പോകുന്നത് ഇപ്പോൾ ഒരു ശീലമാക്കിയിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ അതിനുള്ള ഒരു അവസരം നമുക്ക് അപ്പം ഒരു മാന്യത കാണിക്കാൻ ന്യായമായിട്ടുള്ളത് കിട്ടാത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് അപ്പോഴത്തേക്കും കിട്ടും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാനും പറ്റുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ അത് തന്നെ നിങ്ങൾ മുന്നോട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു സ്പൈക്ക് പോലെ ഇന്നലത്തെ മാതിരി തന്നെ, ഇന്നലെ നോക്കിക്കേ, ഇന്നലെ അതുപോലെ ഒരു വലിയൊരു ഡോജിയാണ് ഉണ്ടായത്, ഇല്ലേ? നോക്കിക്കേ, ഇന്നലെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ വലിയൊരു ഡോജി ഉണ്ടായി. ഇതുപോലെ തന്നെ ഇന്നും ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഡോജി അല്ലെങ്കിലും ഡോജിയോട് ഉപമിക്കാവുന്ന രീതിയിൽ ഒരു ഫസ്റ്റ് അൺസർട്ടനിറ്റി ക്യാൻഡിലാണ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഉണ്ടായത്, അല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ എന്ത് ചെയ്തു? മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. നോക്കിക്കേ, ഇന്നലത്തെ എക്സാക്ട് ഓപ്പോസിറ്റ് സംഭവിച്ചു. ഇന്നലെ മാർക്കറ്റ് നോക്കിക്കേ, ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ വലിയൊരു ഡോജി ഉണ്ടായി, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് ആ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ താഴോട്ട് പോവുകയായിരുന്നു ചെയ്തത്, ഇല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ മാർക്കറ്റിന് എങ്ങോട്ട് പോകണമെന്ന് ഒരു ദിശാബോധമില്ലാതെ ആദ്യത്തെ 5 മിനിറ്റ് നിന്നതിന് ശേഷം മാർക്കറ്റ് പതുക്കെ എന്ത് ചെയ്തു? മുകളിലോട്ട് പോകാൻ തുടങ്ങി, ഇല്ലേ? മുകളിലോട്ട് പോയപ്പോഴും നമുക്ക് എവിടെ കിട്ടി? നമ്മൾ എവിടെയാണോ ഒരു ബോക്സ് വരച്ചത് ആ ബോക്സിൽ തന്നെ മാർക്കറ്റ് വന്ന് അവസാനിച്ചു. അതിനുശേഷം ഒന്ന് ബ്രേക്ക് ഔട്ട് നടത്താൻ ശ്രമിച്ചു,
ഇല്ലേ ശ്രമിച്ചെങ്കിലും അത് അടുത്ത ക്യാൻഡിൽ തന്നെ പരാജയപ്പെട്ടു പോയി. പിന്നെ മാർക്കറ്റ് തിരിച്ചെന്ത് ചെയ്തു? ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ മാർക്കറ്റ് തിരിച്ചു വന്നു. അതിനുശേഷം കുറേ നേരം കൺസോൾട്ടേറ്റ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് മാക്സിമം പ്രീമിയം ഒരുക്കി തീർക്കാനുള്ള വഴികളെല്ലാം നോക്കി കുറേ നേരം ഇതുപോലെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഒന്ന് മോളോട്ട് പോയി വീണ്ടും ബോക്സിൻ്റെ ടോപ്പ് ടച്ച് ചെയ്തു. വീണ്ടും തിരിച്ച് താഴെ വന്ന് ഒന്ന് ക്ലോസിങ് ചെയ്തത് എവിടെയാണ്? ബോക്സിൻ്റെ ബോട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിജയത്തിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമ്പം എനിക്ക് സങ്കടം ഉണ്ടാകാറുണ്ട്. അങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹായം അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഞാൻ കൊടുക്കാറുമുണ്ട്. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് തന്ന് സഹായിക്കാൻ എനിക്ക് യാതൊരു മാർഗ്ഗവുമില്ല. എനിക്ക് തരാൻ പറ്റുന്ന ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല കാശ് തന്ന് സഹായിക്കാനുള്ള മാർഗ്ഗം എൻ്റെ കയ്യിലില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ പരിധിക്കകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അത് പിന്നെ എൻ്റെ ബുദ്ധി കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും എൻ്റെ സമയം കൊണ്ടായാലും ഞാൻ ചെയ്യാവുന്നതിന് പരമാവധി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. ഞാൻ മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ടോ മോളോട്ടോ രാവിലെ ഞാൻ പ്രീ മാർക്കറ്റ് ആ വോയിസ് ഇടുമ്പോൾ ഒരു പക്ഷേ ഞാൻ പറയും മാർക്കറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ താഴോട്ട് വരാനോ മോളോട്ട് പോകാനോ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴും നിങ്ങൾ ഒരു എൻട്രി എടുക്കേണ്ടത് എവിടെയാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു എൻട്രി എടുക്കുമ്പം എപ്പോഴും ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് അല്ലെങ്കിൽ റെസിഡൻസ് ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് മാത്രമേ നിങ്ങളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. ഇനി ഞാനല്ല ദേവേന്ദ്രൻ്റെ അപ്പൻ മുത്തുപ്പട്ടർ വന്ന് പറഞ്ഞാലും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഞാൻ ആ സാറ് പറഞ്ഞില്ല എന്നാൽ എടുത്തേക്കാം. നോ, നെവർ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ എൻട്രി കൃത്യമായി ഞാൻ നിങ്ങൾക്ക് വരച്ച് തന്ന് ഇട്ടിട്ടുണ്ട്. ദൈവം സഹായിച്ച് ആ വരയൊക്കെ 90%, 100% ഒന്നും വേണ്ട, 90% ആ വരകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വരയ്ക്ക് വേണ്ടി, ആ ലെവലുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ആ ലെവൽ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ സാറ് പറഞ്ഞതല്ലേ ഇപ്പം തന്നെ എടുത്തേക്കാം എന്ന് പറഞ്ഞുള്ള പരിപാടിക്ക് നിങ്ങൾ നിൽക്കല്ല്. ഇത് ഗ്യാംബ്ലിങ്ങിനുള്ള സ്ഥലമല്ല, ഉത്സവപ്പറമ്പല്ല, കുലിക്ക് കുത്തുകളിയല്ല. കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ട്രേഡ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റും ഓപ്ഷൻ ബൈങ് F&A എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായി എൻട്രി കിട്ടിയില്ല എന്ന് ചെയ്യേണ്ടതെന്നേ. ഇന്ന് നഷ്ടപ്പെട്ടാൽ നാളെ ഉണ്ടല്ലോ, അവസരങ്ങൾ ഇനിയും മുന്നോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ട്രേഡ് ചെയ്യുന്നതിലും പറഞ്ഞ് ആരും തല്ലിക്കൊല്ലാനോ കയ്യെ പിടിക്കാനോ ഒന്നും ആരും വരത്തില്ല. അല്ല ഇന്ന് കഞ്ഞി തരാതിരിക്കത്തില്ല, അല്ലെ വീട്ടിൽ ഭാര്യ കയറ്റാതിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ട്രേഡ് ചെയ്യുന്നില്ല, അവസരം കിട്ടിയില്ല, ട്രേഡ് ചെയ്തില്ല, അത്രേ ഉള്ളൂ. ട്രേഡ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ട്രേഡ് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും കൊണ്ടിട്ട് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നും ഈ പറയുന്നത് നിങ്ങളുടെ തലക്കകത്ത് എങ്ങനെയെങ്കിലും കയറട്ടെന്ന് വിചാരിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം നാളെ ഇനി എന്താണ് ന്യൂസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ന്യൂസുകൾ തന്നെയാണ്. ട്രംപ് ചുമ്മാ ഇങ്ങനെ വാദോരാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. IRGCയും അതിന് മറുപടിയായിട്ട് ബദൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും മാർക്കറ്റിൽ അൺസർട്ടനിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇപ്പം വലിഞ്ഞു വെച്ച് തിരിച്ച് കയറുന്നുണ്ട്. ഇപ്പം തിരിച്ച് ഒരു ഓപ്പണിംഗ് എവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അതിനുശേഷം ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഇപ്പം നിഫ്റ്റി ഓടുന്നത്. ഡൗ ജോൺസ് നോക്കുവാണെങ്കിലും ഇപ്പോൾ നോക്കിക്കുക, US മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഓടുന്നത്. ഇപ്പം ഡൗ ജോൺസ് ഒക്കെ ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തെങ്കിലും തിരിച്ച് കയറുന്നുണ്ട്. അതനുസരിച്ച് നിഫ്റ്റിയും കയറുന്നുണ്ട്. നാളെ രാവിലെ ആകുമ്പോൾ എന്ത് സംഭവിക്കാൻ അറിയത്തില്ല. ആ പുള്ളി ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇപ്പം പുള്ളിയുടെ വായിൽ എന്തൊക്കെ വരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇനി എന്തൊക്കെ പറയുന്നു അതിനനുസരിച്ച് മാർക്കറ്റ് ഇനി വലുതായിട്ട് വീണില്ലെങ്കിലും എന്ത് ചെയ്യും, മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യും. ആ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പലപ്പോഴും പ്രീമിയം DK വരും, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ അനുസരിച്ച് DKയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഫോൾ വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ആയിട്ട് പോകും. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറും. അപ്പോൾ നമ്മൾ താടിക്ക് കൈ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് മോളോട്ട് സ്പൈക്ക് വരുമ്പോൾ നമ്മൾ P എടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇങ്ങനെയൊക്കെ റീറ്റെയിലേഴ്സിനെ ശരിക്കും നല്ല രീതിയിൽ വട്ടം കറക്കിയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് കൃത്യമായി ഒരു എൻട്രി പോയിന്റ് കിട്ടുമ്പോൾ മാത്രം ആ ലെവലുകളിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് വേറൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ പ്രൈസ് ചാർട്ടിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതില്ലേ കുറച്ചുകൂടെ നല്ലത്. ഇത്രയും നാൾ ഞാൻ പ്രൈസ് ആക്ഷൻ നോക്കി സ്പോട്ട് ചാർട്ട് നോക്കിയാണ് ട്രേഡ് ചെയ്തത്. ആരോ ഒരാൾ പറഞ്ഞു തന്നു ഇതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടും പ്രൈസ് ചാർട്ട് നോക്കി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്തു. 3-4 ദിവസം ചെയ്ത് സാറേ കാശെല്ലാം പോയി ഭയങ്കര നഷ്ടമാണെന്ന് പറഞ്ഞിരുന്ന ഒരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ പ്രൈസ് ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യാൻ പാടില്ല. എന്നെ ആരെങ്കിലും കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പ്രൈസ് ചാർട്ട് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. പ്രൈസ് ചാർട്ട് അല്ല ചാർട്ട് എപ്പോഴും സ്പോട്ട് ചാർട്ടാണ്. ഓക്കെ, നമ്മളുടെ നിഫ്റ്റി 50യുടെ
അപ്പോൾ നമ്മൾ ഈ കാണുന്ന നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. നമ്മൾ അതിൽ നോക്കി അതിൻ്റെ ലെവലുകൾ നോക്കിയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പ്രൈസ് ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യുക. പ്രൈസ് ചാർട്ടിന് ഓരോ ദിവസങ്ങൾ കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം എക്സ്പയറി അടുക്കും തോറും ഈ പ്രൈസുകൾക്കൊക്കെ മാറ്റം വരും, ലെവലുകൾക്കൊക്കെ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പ്രൈസ് ചാർട്ട് കൺസിസ്റ്റൻ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് നോക്കിക്കണ്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, മാർക്കറ്റ് ഈ ഏരിയയിലെത്തിയപ്പോൾ ഈ ഏരിയയിലെത്തിയപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ സ്പോട്ട് ചാർട്ടിൻ്റെയും ഫ്യൂച്ചർ ചാർട്ടിൻ്റെയും പിന്നെ ഡിജിറ്റ് ഇട്ടായിരുന്നു ഇല്ലേ, എൻ്റെ റണ്ണിങ് ഫിഗർ ഇട്ടായിരുന്നു. എപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഫ്യൂച്ചറിനേക്കാളും മേലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ. ഏകദേശം ഈ 10-20 പോയിൻറ്റിന് മുകളിലാണ് ഫ്യൂച്ചറിനേക്കാളും സ്പോട്ട് മുകളിൽ കയറി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താ സൂചിപ്പിക്കുന്നത്? മാർക്കറ്റ് എപ്പോഴും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴും ഫ്യൂച്ചറിന് താഴെ നിൽക്കണം. സ്പോട്ട് ചാർട്ട് എപ്പോഴും ഫ്യൂച്ചറിന് താഴെ നിൽക്കണം ഇല്ലേ. ആ ഇൻഡെക്സ് എപ്പോഴും ഫ്യൂച്ചറിന് താഴെ നിൽക്കണം സ്പോട്ട്. പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ രാവിലെയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സ്പോട്ട് ഫ്യൂച്ചറിനേക്കാളും മുകളിൽ കയറിയാണ് ട്രേഡ്. ഇപ്പോൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഫ്യൂച്ചർ താഴെയാണ് നിൽക്കുന്നത് 24,163. പക്ഷേങ്കിൽ സ്പോട്ട് നിൽക്കുന്നത് 24,173. അപ്പം മുകളിലാണ് ഇപ്പോഴും ഓടിക്കുക. അപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ എപ്പോഴും ഫ്യൂച്ചർ ആയിരിക്കണം മുകളിൽ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. പല പ്രാവശ്യം അതൊക്കെ പറഞ്ഞതിലുള്ളതാണ്. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് നോക്കാം. നാളെയും നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോക്സാണ്. നാളെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗണോ ഓപ്പണിങ് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ബോക്സിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബോക്സ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,101 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടുണ്ട്. അത് പൊട്ടിയാൽ പിന്നെ 24,000. അല്ല മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 300. ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. വേറെ കൂടുതലൊന്നും പറയാനില്ല. നമുക്കൊന്നും പറയാനില്ല. ഇന്നലെ പറഞ്ഞ അതേ കാര്യം. കാരണം ഇന്നലത്തെ അപ്പുറം മാർക്കറ്റ് വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു താഴോട്ടിറങ്ങുന്ന ഈ ബോക്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ കൂട്ടി കിടന്ന് കറയും കളിക്കുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഈ കൂട്ടിലാണ് കിടന്ന് കറയും കളിക്കുന്നത്. അപ്പോൾ ഇനി ഈ കൂട് പൊട്ടിച്ച് എങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകും. അത്ര മാത്രമേ പറയാനുള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ മാർക്കറ്റ് ഈ ചലിക്കുന്നത് മുഴുവൻ ന്യൂസുകളുടെ പുറകെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഈ പറയുന്ന പോലെ അങ്ങോട്ട് ആരും താഴാൻ തയ്യാറല്ല. എന്നാൽ എല്ലാവർക്കും മേൽക്കോയ്മ വേണം താനും. ഇനി ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും ഇതൊരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു അന്ത്യം വരുമെന്നുള്ള കാര്യം നമുക്ക് വളരെയധികം സംശയമാണ്. എന്തായാലും ഇപ്പം വെള്ളിയാഴ്ച വരെ ട്രംപ് ഈ സീസ് ഫയർ നീട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇനി എന്താണെന്ന് അറിയത്തില്ല. വാക്കിന് വിലയില്ലാത്ത മനുഷ്യൻ്റെ വാക്കുകൾ ഇനി നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തുമില്ല. ഓക്കെ, എനിവേ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു എൻട്രി പോയിൻ്റ് കിട്ടുമ്പം കൃത്യമായ ലെവലുകളിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പരിശീലിക്കാവൂ. അങ്ങനെ ചെയ്ത് ശീലിക്കുക. അങ്ങനെയാണെങ്കിൽ കാശ് നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കാശ് അങ്ങോട്ട് കൊടുത്ത് മാസെല്ലാം പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.